വൻപയർ വെച്ച് ഇതുപോലൊരു കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ നമ്മുടെ ഉച്ചയൂണ് കേമമാക്കാൻ. ഇത് ഒരു വട്ടം വെച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ, ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ എളുപ്പത്തിൽ ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 1 കപ്പ് വൻപയർ എടുത്ത് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കധികം സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇതൊരു കുക്കറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. കൂടെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരെ ആകുമ്പോഴേക്കും സംഭവം വെന്ത് കിട്ടും കേട്ടോ. എന്നാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാനായി വെക്കാട്ടോ. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നന്നായി ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിക്കോട്ടോ. അപ്പം പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഏതാണ്ട് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ അതായാലും മതി. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 1 തക്കാളി ഇത് കണക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാട്ടോ. അതും കൂടെ ചേർത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ആ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് അത്യാവശ്യം വെന്ത് വരണം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സോറി കേട്ടോ, ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്ന വീഡിയോ റെക്കോർഡാക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ വൻപയറും ആ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായി ഒന്ന് നമ്മുടെ മസാലയുമായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പ് ചേർത്താണ് വൻപയർ വേവിച്ച്. അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതൊന്ന് വറ്റി ഒന്ന് നന്നായി വെന്ത് വരട്ടെ. ഇതാണ്ട് ഇപ്പോൾ നന്നായി വറ്റി നല്ല ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടോ. ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. കൂടെ തന്നെ എൻ്റെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.